ഹലോ എല്ലാവർക്കും എസ്.സി.ആർ.ടി സാമഗ്രിയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസം CA ആണ് വായിക്കുന്നത്. നീലഗിരി താൾ സെൻസസ് നടത്താൻ കേരളവുമായിട്ട് പങ്കുചേരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. നീലഗിരി താൾ സെൻസസ് നടത്താൻ കേരളവുമായിട്ട് പങ്കുചേരുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് തമിഴ്നാടാണ്. രാജ്യത്തുടനീളമുള്ള എയിംസ് ആശുപത്രികളുടെ മുഴുവൻ ശൃംഖലയുമായിട്ട് കണക്ട് ചെയ്ത് സുഗമമായ രോഗീ പരിചരണം സാധ്യമാക്കുന്നതിന് ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ഇന്റർ എയിംസ് റഫറൽ പോർട്ടൽ. ഇന്റർ എയിംസ് റഫറൽ പോർട്ടൽ എന്താണ്? ഇന്ത്യയിലുടനീളമുള്ള എയിംസ് ആശുപത്രികളുടെ മുഴുവൻ ശൃംഖലയുമായി കണക്ട് ചെയ്ത് സുഗമമായ രോഗീ പരിചരണം സാധ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ച പോർട്ടലാണ് ഇന്റർ എയിംസ് റഫറൽ പോർട്ടലാണ്. ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി 2025ന്റെ വേദി എവിടെയാണ്? ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി 2025ന്റെ വേദിയാണ് ന്യൂഡൽഹി. ഗ്ലോബൽ ടെക്നോളജി ഉച്ചകോടി 2025ന്റെ വേദിയാണ് ന്യൂഡൽഹിയാണ്. പ്രതിരോധ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? അത് UAE ആണ്. പ്രതിരോധ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് UAE. ഇന്ത്യൻ ഗോൾഡ് റീറ്റെയിൽ ജ്വല്ലറി മേഖലയിൽ പ്രമുഖനായ ജോസ് ആലുക്കാസിന്റെ ആത്മകഥയാണ് ഗോൾഡ്. ഇന്ത്യൻ ഗോൾഡ് റീറ്റെയിൽ ജ്വല്ലറി മേഖലയിൽ പ്രമുഖനായ ജോസ് ആലുക്കാസിന്റെ ആത്മകഥയുടെ പേരാണ് ഗോൾഡ്. അക്കാദമിക യോഗ്യതകൾ പരസ്പരം അംഗീകരിക്കാനുള്ള നടപടികൾക്കായിട്ട് ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയാണ് ആന്റോണിയോ ജാനി. ആന്റോണിയോ ജാനി ഏത് രാജ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ്? ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയാണ് ആന്റോണിയോ ജാനി. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് വവ്വാലുകളുടെ നിരീക്ഷണ സംവിധാനം ബാറ്റ് എക്കോമോൺ വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സെറ്റിൽമെന്റ് ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സെറ്റിൽമെന്റ് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് വവ്വാലുകളുടെ നിരീക്ഷണ സംവിധാനം ബാറ്റ് എക്കോമോൺ വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ സെറ്റിൽമെന്റ് IIHS ബാംഗ്ലൂരാണ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശാണ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയാരണ്യ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശാണ്. കേരളസ് പീപ്പിൾ എ കോഷണറി ടൈൽ ഓഫ് പവർ, ഗ്രീഡ് ആൻഡ് ലോസ്റ്റ് ഐഡിയലിസം എന്ന ബുക്ക് എഴുതിയത് സാറ വില്യംസ് ആണ്. കേരളസ് പീപ്പിൾ എ കോഷണറി ടൈൽ ഓഫ് പവർ, ഗ്രീഡ് ആൻഡ് ലോസ്റ്റ് ഐഡിയലിസം എന്ന ബുക്ക് എഴുതിയതാണ് സാറ വില്യംസിന്റെ ബുക്കാണ്. ആഫ്രിക്ക ഇന്ത്യക്ക് മാരിടൈം എൻഗേജ്മെന്റ് അഭ്യാസം നടന്നത് 2025 നടന്നത് ടാൻസാനിയയിലാണ്. ആഫ്രിക്ക ഇന്ത്യക്ക് മാരിടൈം എൻഗേജ്മെന്റ് അഭ്യാസം നടന്നത് എവിടെയാണ്? ആഫ്രിക്ക ഇന്ത്യക്ക് മാരിടൈം എൻഗേജ്മെന്റ് അഭ്യാസം നടന്നത് ടാൻസാനിയയിലാണ്. ഈയിടെ ഇന്ത്യയിൽ കാണപ്പെട്ട മീൻപിടുത്തക്കാരൻ എന്ന വിശേഷണമുള്ള ചിലന്തിയുടെ പേരെന്താ? ഈയിടെ ഇന്ത്യയിൽ കാണപ്പെട്ട മീൻപിടുത്തക്കാരൻ എന്ന വിശേഷണമുള്ള ചിലന്തിയുടെ പേരാണ് ഡോളോമെഡസ് മിഷോനസ്. ഡോളോമെഡസ് മിഷോനസ് ആണ്. കെ സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ നിലവിൽ വന്നത് 2025 ഏപ്രിൽ 10-നാണ്. കെ സ്മാർട്ട് സംവിധാനം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ നിലവിൽ വന്നത് 2025 ഏപ്രിൽ 10-നാണ്. ഏത് സംഘടനയാണ് MK2A ലേസർ ഡയറക്ട് എനർജി വെപ്പൺ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്? ഇത് DRDO ആണ്. MK2A ഏത് സംഘടനയാണ് MK2A ലേസർ ഡയറക്ട് എനർജി വെപ്പൺ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്? അത് DRDO ആണ്. ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായിട്ട് മാറിയത് ChatGPT ആണ്. ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് ഏതാണ്? അത് ChatGPT ആണ്. ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് അരുൺ പള്ളി. ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായതാണ് ജസ്റ്റിസ് അരുൺ പള്ളിയാണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റനാണ് ഹരിദത്ത് കപ്രി. ആരാണ്? ഹരിദത്ത് കപ്രിയാണ് 2025 ഏപ്രിലിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റന്റെ പേരെന്താണ്? ഹരിദത്ത് കപ്രിയാണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച ബാബുരാജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം എന്താ? ബാബുരാജുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനമാണ് ഫുട്ബോൾ താരമാണ്. ATP മാസ്റ്റേഴ്സ് 1000 ലെവൽ മത്സരം ജയിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണയാണ്. ATP മാസ്റ്റേഴ്സ് 1000 ലെവൽ മത്സരം ജയിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ 1000 ബൗണ്ടറികൾ നേടുന്ന ആദ്യത്തെ ബാറ്റ്സ്മാൻ എന്ന നേട്ടം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതായത് IPLന്റെ ചരിത്രത്തിൽ 1000 ബൗണ്ടറികൾ നേടുന്ന ആദ്യത്തെ ബാറ്റ്സ്മാൻ എന്ന നേട്ടം സ്വന്തമാക്കിയതാണ് വിരാട് കോഹ്ലിയാണ്. ഓക്കെ. ജാലിയൻവാലാബാഗ് ദിനം എന്നാ? ജാലിയൻവാലാബാഗ് ദിനം ഏപ്രിൽ 13-നാണ് ജാലിയൻവാലാബാഗ് ദിനം. 2025 ഏപ്രിൽ വിടവാങ്ങിയ വിഖ്യാത കഥക് നർത്തകിയാണ് കുമുദിനി ലഖിയ. 2025 ഏപ്രിലിൽ വിടവാങ്ങിയ വിഖ്യാത കഥക് നർത്തകിയാണ് കുമുദിനി ലഖിയ. 2025 ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാരിപ്പിള്ളി രാമയ്യ. ദാരിപ്പിള്ളി രാമയ്യ ഏത് സ്റ്റേറ്റ് ആണ്? തെലങ്കാന. തെലങ്കാനയുടെ വൃക്ഷമനുഷ്യനാണ് ദാരിപ്പിള്ളി രാമയ്യ. ദാരിപ്പിള്ളി രാമയ്യ എന്നത് തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്നു.
ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച ഡേറ്റ് പറ. അത് 1975 ഏപ്രിൽ 19 ട്ടോ. 1975 ഏപ്രിൽ 19-നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ സുപ്രീം കോർട്ടിന്റെ അംഗീകാരത്തോടു കൂടി 10 ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആയിരിക്കും? അത്ര അടിപൊളിയായിട്ടുള്ള സ്റ്റേറ്റ് ഏതാ? അത് തമിഴ്നാട് ട്ടോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെ ഒപ്പില്ലാതെ സുപ്രീം കോടതിയുടെ അംഗീകാരത്തോടു കൂടി 10 ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട്. തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി എന്ന ദേശീയ കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരമാണ്. തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി എന്ന ദേശീയ കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരമാണ്. സംരക്ഷിത കണ്ടൽ വനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പുതിയ കണ്ടൽക്കാടുകളാണ് പുതുവൈപ്പ്, വെൺമനാട്, കോഴിക്കോട്, എരിഞ്ഞോളി. ഏതൊക്കെയാണ്? സംരക്ഷിത കണ്ടൽ വനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന പുതിയ കണ്ടൽക്കാടുകൾ. പുതുവൈപ്പ് ഏത് ജില്ലയിലെ പുതുവൈപ്പ്? അത് എറണാകുളം ജില്ലയിലാണ് പുതുവൈപ്പ്. വെൺമനാട് തൃശ്ശൂർ ജില്ലയിലാണ് വെൺമനാട്. പുതുവൈപ്പ്, വെൺമനാട്, കോഴിക്കോട്, പിന്നെ എരിഞ്ഞോളി. എരിഞ്ഞോളി ഏത് ജില്ലയിലാ? അത് കണ്ണൂർ ജില്ലയിലാണ് എരിഞ്ഞോളി ട്ടോ. സംരക്ഷിത കണ്ടൽ വനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പുതിയ കണ്ടൽക്കാടുകളാണ് പുതുവൈപ്പ്, വെൺമനാട്, കോഴിക്കോട്, എരിഞ്ഞോളി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. പയ്യന്നൂർ മലയാള ഭാഷാ പാഠശാലയുടെ ചന്തുമേനോൻ പുരസ്കാരത്തിന് അർഹരായത് അംബികാസുധൻ മാങ്ങാട്, മുരളീമോഹൻ. മുരളീമോഹനും അംബികാസുധൻ മാങ്ങാടാണ് പയ്യന്നൂർ മലയാള ഭാഷാ പാഠശാലയുടെ ചന്തുമേനോൻ പുരസ്കാരത്തിന് അർഹരായത്. ഇംഗ്ലണ്ടിലെ നൈറ്റ്ഹുഡ് പുരസ്കാരത്തിന് അർഹനായ ഫോർമൻ ഫാസ്റ്റ് ബോളറാണ് ആൻഡേഴ്സൺ. ഇംഗ്ലണ്ടിലെ നൈറ്റ്ഹുഡ് പുരസ്കാരത്തിന് അർഹനായ ഫോർമൻ ഫാസ്റ്റ് ബോളർ ആരാണ്? ആൻഡേഴ്സൺ ആണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല ഏതാ? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് പാലക്കാട് ജില്ല. ISL കപ്പ് ജേതാക്കളാരാ? ഇന്ത്യൻ സൂപ്പർ കപ്പ് സൂപ്പർ ലീഗ് 2024-25 ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്. എത്രാമത്തെ പതിപ്പായിരുന്നു? 11ാമത് പതിപ്പ് ട്ടോ. ISLന്റെ 11ാമത്തെ പതിപ്പാണ്. ജേതാക്കളായത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ്. ഫൈനലിൽ ബാംഗ്ലൂർ FC-യാണ് 2-1 പരാജയപ്പെടുത്തിയത്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് കിരീടം സ്വന്തമാക്കിയത് ഫൈനലിൽ ബാംഗ്ലൂർ FC-യെ 2-1 പരാജയപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025ന്റെ വേദിയാണ് തിരുവനന്തപുരം. പ്രഥമ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025ന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. രാജ്യത്തെ ആദ്യ സൈബർ കമാൻഡ് സെന്റർ രൂപീകരിച്ച സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിലാ? രാജ്യത്തെ ആദ്യത്തെ സൈബർ കമാൻഡ് സെന്റർ ട്ടോ. സൈബർ കമാൻഡ് സെന്റർ രൂപീകരിച്ച് ഏത് സ്റ്റേറ്റ് ആയിരിക്കും സൈബർ ഇതൊക്കെ വരുന്നത്? അത് കർണാടകയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കമാൻഡ് സെന്റർ രൂപീകരിച്ച സ്റ്റേറ്റ് കർണാടകയിലാണ്. സ്ത്രീ സാക്ഷരതയിലെ രാജ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ് നമ്മുടെ സ്വന്തം കേരളമാണ്. 95.2% കേട്ടോ. സ്ത്രീ സാക്ഷരതയിൽ ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റാണ് കേരളമാണ്. എന്നാൽ ദിവസവേതന അടിസ്ഥാനത്തില് സ്ത്രീ പുരുഷ അന്തരം ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് നമ്മുടെ കേരളത്തിൽ തന്നെ. ദിവസവേതനത്തില് സ്ത്രീ പുരുഷ അന്തരം ഡിഫറൻസ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. സ്ത്രീ സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കേരളമാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. മൊബൈൽ ആപ്ലിക്കേഷൻ വിപണിയിലെ ആധിപത്യം ദുരുപയോഗം ചെയ്തതിന് ഫ്രാൻസ് 15 കോടി യൂറോ പിഴയിട്ട കമ്പനി ഏത് കമ്പനിയാ? മൊബൈൽ ആപ്ലിക്കേഷൻ വിപണിയിലെ ആധിപത്യം ദുരുപയോഗം ചെയ്തതിന് ഫ്രാൻസ് 15 കോടി യൂറോ പിഴയിട്ട കമ്പനിയാണ് ആപ്പിൾ ട്ടോ. ഏതാണ്? ആപ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ്. ഏപ്രിൽ 14 വന്നിട്ടുണ്ട് ട്ടോ. ഏപ്രിൽ 14ന്റെ പ്രത്യേകത എന്താ? ഏപ്രിൽ 14 അംബേദ്കർ ജയന്തി. അംബേദ്കറുടെ എത്രാമത് ജയന്തിയാണ് 2025 ആഘോഷിച്ചത്? അത് 134ാമത് ജന്മദിനമാണ്. 134ാമത് ജന്മദിനമാണ് അംബേദ്കറുടെ 134ാമത് ജന്മദിനമാണ് ആഘോഷിച്ചത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. IPLൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോറായ 55 പന്തിൽ 141 റൺസ് നേടി ചരിത്രം കുറിച്ചത് ആരാണ്? IPLൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോറായ 55 പന്തിൽ 141 റൺസ് നേടി ചരിത്രം കുറിച്ചത് അഭിഷേക് ശർമ്മ ട്ടോ. അഭിഷേക് ശർമ്മ. സൺറൈസേഴ്സ് ഹൈദരാബാദിലെ അഭിഷേക് ശർമ്മയാണ് ചരിത്രം കുറിച്ചത്. സ്ലോവാക്യയിലെ നിട്രയിലുള്ള കോൺസ്റ്റന്റൈൻ ദി ഫിലോസഫർ യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. എന്ത് അവാർഡ് ലഭിച്ചത്? സ്ലോവാക്യയിലെ നിട്രയിലുള്ള കോൺസ്റ്റന്റൈൻ ദി ഫിലോസഫർ യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. PM-ശ്രീ പദ്ധതിക്കെതിരെ കേന്ദ്രത്തിന് വഴങ്ങാതെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. PM-ശ്രീ പദ്ധതിക്കെതിരെ കേന്ദ്രത്തിന് വഴങ്ങാതെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ദക്ഷിണ കൊറിയൻ പാർലമെന്റ് ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കിയ രാഷ്ട്രപതിയാണ് യുൻ സുക്കിയോള്. ദക്ഷിണ കൊറിയൻ പാർലമെന്റ് ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കിയ രാഷ്ട്രപതി ആരാണ്? യുൻ സുക്കിയോൾ ആണ്. DRDO വികസിപ്പിക്കുന്ന 20 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന 300 കിലോവാട്ട് ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനത്തിന്റെ പേരാണ് സൂര്യ. എന്റെ പേര് സൂര്യ. DRDO വികസിപ്പിക്കുന്ന 20 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന 300 കിലോവാട്ട് ശേഷിയുള്ള ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനത്തിന്റെ പേരാണ് സൂര്യ.
എം.ടി. വാസുദേവൻ നായരുടെ ആദരസൂചകമായിട്ട് സുഭാഷ് ചന്ദ്രൻ രചിച്ച പുസ്തകത്തിന്റെ പേരാണ് എം.ടിത്തം. അക്കിത്തം ഇല്ലേ? അതേപോലെ എം.ടിത്തം. ആരുടെ ബുക്കാണ്? സുഭാഷ് ചന്ദ്രൻ രചിച്ച ബുക്കാണ്. എം.ടി. വാസുദേവൻ നായരുടെ ആദരസൂചകമായിട്ട് സുഭാഷ് ചന്ദ്രൻ രചിച്ച പുസ്തകത്തിന്റെ പേരാണ് എം.ടിത്തം. എം.ടിത്തം. 2025 ഏപ്രിലിൽ സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം. ഏത് രാജ്യത്താണ് ജങ്ക് ഫുഡ് നിരോധിച്ചത്? അത് മെക്സിക്കോയിലാണ്. മെക്സിക്കോയിലാണ് ജങ്ക് ഫുഡ് നിരോധിച്ചത്. മെക്സിക്കോയിലാണ്. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിലെ വിശദമായ സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി വേദികളിൽ എത്തിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്താ? ആ പദ്ധതിയുടെ പേരാണ് ജൻഗൽസ പദ്ധതി. ജൻഗൽസ പദ്ധതി. വയനാട്ടിലെ ഗോത്രവിഭാഗമായ പണിയരുടെ ഭാഷയിൽ ഗൽസ എന്ന വാക്കിന് ഉത്സവം എന്നാണ് അർത്ഥം. ഗൽസ എന്ന മീനിങ് എന്താണ്? ഉത്സവം എന്നാണ് അർത്ഥം. ജനങ്ങളുടെ ഉത്സവം എന്നാണ് ജൻഗൽസ എന്ന വാക്കിന്റെ മീനിങ്. ഓക്കെ. ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യം ഏതാണ്? അതാണ് ഇന്ത്യ ട്ടോ. ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങളാണ് അമേരിക്ക, ചൈന, റഷ്യ. ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങളാണ് അമേരിക്ക, ചൈന, റഷ്യയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ആദ്യമായിട്ട് പ്രവേശിച്ച നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രം ഏത് ക്ഷേത്രത്തിലാണ്? അതിന്റെ പേരാണ് പീലിക്കോട് രയരമംഗലം ക്ഷേത്രം. പീലിക്കോട് രയരമംഗലം ക്ഷേത്രത്തിലാണ് പ്രവേശിച്ചത് ട്ടോ. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ സമുദായത്തിൽ നിന്നുള്ള ഭക്തർ ആദ്യമായിട്ട് പ്രവേശിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രമാണ് പീലിക്കോട് രയരമംഗലം ക്ഷേത്രമാണ്. മാർത്താണ്ഡവർമ്മ രാജാവ് അമ്പലപ്പുഴയുമായി നടത്തിയ യുദ്ധത്തിന്റെ ഓർമ്മകൾ പുതുക്കാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന ആയോധന കലാരൂപത്തിന്റെ പേരെന്താണ്? അതാണ് അമ്പലപ്പുഴ വേലകളി. അമ്പലപ്പുഴ വേലകളി ഏത് ക്ഷേത്രത്തിലാണ് നടക്കുന്നത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. എന്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാ? മാർത്താണ്ഡവർമ്മ രാജാവ് അമ്പലപ്പുഴയുമായി നടത്തിയ യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന ആയോധന കലാരൂപത്തിന്റെ പേരാണ് അമ്പലപ്പുഴ വേലകളി. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, അതായത് CSIR നൽകുന്ന ഭട്നഗർ ഫെലോഷിപ്പിന് അർഹനായ മലയാളി രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അജയഘോഷ് ട്ടോ. ഡോക്ടർ എ അജയഘോഷിനാണ് ലഭിച്ചത്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രി, അതായത് CSIR നൽകുന്ന ഭട്നഗർ ഫെലോഷിപ്പിന് അർഹനായ മലയാളി കെമിസ്ട്രി സയന്റിസ്റ്റ് ആരാണ്? അത് ഡോക്ടർ എ അജയഘോഷിനാണ് ഭട്നഗർ അവാർഡ് ലഭിച്ചത്. ഡോക്ടർ എ അജയഘോഷിനാണ് ലഭിച്ചത്. ഓക്കെ. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമാണ് ധർമ്മടം. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. പട്ടികജാതി സംവരണങ്ങളുടെ വർഗീകരണം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് തെലങ്കാന. പട്ടികജാതി സംവരണങ്ങളുടെ ഉപവർഗീകരണം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സ്റ്റേറ്റ് ഏതാണ്? തെലങ്കാന ട്ടോ. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പ്രൊജക്ടിന്റെ പേരെന്താ? നമ്മൾ വായിച്ച പ്രൊജക്റ്റാണ് പ്രൊജക്ട് എക്സ് ട്ടോ. ആ പ്രൊജക്ടിന്റെ പേരാണ് പ്രൊജക്ട് എക്സ്. ഇന്ത്യൻ പാർലമെന്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്ന പുസ്തകം രചിച്ചതാരാ? ഇന്ത്യൻ പാർലമെന്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്ന പുസ്തകം രചിച്ചത് KV പ്രസാദ് ട്ടോ. KV പ്രസാദ് ആണ് ഇന്ത്യൻ പാർലമെന്റ് ഷേപ്പിംഗ് ഫോറിൻ പോളിസി എന്ന ബുക്ക് രചിച്ചത് KV പ്രസാദ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതരായി വിവിധ സ്ഥലങ്ങളിലും മറ്റും യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും കേരള പോലീസും ചേർന്ന് ഒരുക്കിയ പദ്ധതിയുടെ പേരാണ് സഹയാത്രിക. സഹയാത്രിക. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതരായി വിവിധ സ്ഥലങ്ങളിലും മറ്റും യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും കേരള പോലീസും ചേർന്ന് ഒരുക്കിയ പദ്ധതിയുടെ പേരാണ് സഹയാത്രിക. ഓക്കെ, ഇന്റർസ്റ്റെല്ലാർ വാതകങ്ങളായ ഹൈഡ്രജനെയും അമോണിയയെയും കുറിച്ചുള്ള പഠനത്തിനും നക്ഷത്രങ്ങളുടെ രൂപീകരണത്തെ കുറിച്ചുള്ള പഠനത്തിനുമായിട്ട് ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ ടെലസ്കോപ്പ് അന്റാർട്ടിക്ക സ്ഥാപിച്ച രാജ്യമാണ് ഏത് രാജ്യം? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇന്റർസ്റ്റെല്ലാർ വാതകങ്ങളായ ഹൈഡ്രജനെയും അമോണിയയെയും കുറിച്ചുള്ള പഠനത്തിനും നക്ഷത്രങ്ങളുടെ രൂപീകരണത്തെ കുറിച്ചുള്ള പഠനത്തിനുമായിട്ട് ത്രീ ഗോർജസ് അന്റാർട്ടിക് ഐ ടെലസ്കോപ്പ് അന്റാർട്ടിക്ക സ്ഥാപിച്ച രാജ്യമാണ് ഏത് രാജ്യം? അത് ചൈന കേട്ടോ. ചൈനയാണ്. താങ്ക് യു.